അൽഹംദുലില്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചു കൊടുത്തത് ഈ മലമുകളിൽ വെച്ചുകൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 38-ാം വയസ്സ് മുതൽ പലപ്പോഴും ഏകാന്തനായിരിക്കുക, കഅബാലയം ഇങ്ങനെ നോക്കിയിരിക്കുക, ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്ന ഒരു സമയം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാറ്റിനും സംരക്ഷകയായി, ഒരുമ്മയെപ്പോലെ, ഭാര്യയാണെങ്കിലും എല്ലാവിധ സംരക്ഷണങ്ങളുമായി പിന്നാലെയുമുണ്ട്. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വേദപണ്ഡിതൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മാവനാണ്. പലപ്പോഴും ഉണർത്തിയിരുന്നു, ഒരു പ്രവാചകൻ്റെ അടയാളം കാണുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന്. ആ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക നോട്ടവുമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ സമ്മതവും വാങ്ങി ഭക്ഷണവും ഒരുക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഏകദേശം 3-4 കിലോമീറ്ററുള്ള ഈ ജബല ഹിറയിൽ വന്ന് കയറുകയാണ്. അങ്ങനെ 40 വയസ്സിൽ വിശുദ്ധ റമദാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ചരിത്രം വിശാലമാണ്.